ഹായ്, എല്ലാവർക്കും വിജയ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ്. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്നതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പം ഇന്നലെ വീഡിയോ ഇട്ടില്ല, കാരണം സൺഡേ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഒരിടത്ത് വൈകിട്ട് ചെമ്പൂർ ഒരു ഹൗസ് വാമിങ്ങിന് പോകണമായിരുന്നു. ഞാൻ പോകുന്നില്ലെന്നും പറഞ്ഞൊക്കെ ഇരുന്നേ, പിന്നെ പിള്ളേരെല്ലാം കൂടെ നിർബന്ധിച്ച് പോണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പം മണി 12:30 ആയി. പിന്നെ വീഡിയോ ഇടാൻ വയ്യായിരുന്നു. അപ്പം അതിന് മുമ്പിട്ട് ഞാൻ ഒരു ദിവസം ഇല്ല നെയ്മീൻ്റെ വീഡിയോ ഇട്ടില്ലേ. നെയ്മീൻ ഇവിടെ പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല, മുള്ളൊക്കെ കറി വെച്ച് അവർക്കത്ര താല്പര്യമായില്ലെന്ന് പറഞ്ഞ് ഞാനൊരു ഇതിട്ടില്ലേ. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്ന്, ബിജി എന്നല്ല, നീ അത് കട്ട്ലേറ്റ് ആക്കി കൊടുക്കാറുണ്ടെങ്കിൽ പിള്ളേർക്ക്. ശരിയാണ്, അത്രയും ബുദ്ധി എനിക്ക് പോയില്ല. ആ മുള്ളേ നമ്മൾ സ്റ്റീം ചെയ്തിട്ട് ആ മുള്ളിൻ്റെ അകത്തെ മാംസം നന്നായിട്ടുണ്ടായിരുന്നു. മാംസം അല്ലാത്ത ഈ അച്ചാറിനിടാൻ പറ്റാത്ത പീസുകളൊക്കെ ഉണ്ടായിരുന്നല്ലേ, അങ്ങനെ അങ്ങ് ചെയ്താൽ മതി. കട്ട്ലേറ്റ് ആണെങ്കിൽ ഇവർ കഴിച്ചേനെയായിരുന്നു. ഇവരെന്നല്ല എല്ലാവരും കഴിക്കും. അത്രയും ബുദ്ധി നമുക്ക് അങ്ങോട്ട് പോയില്ല. ഓരോരുത്തരും ഓരോ സജഷൻ പറയുമ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. പിന്നെന്താ, പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഈ വീഡിയോ ഇന്ന് ഞാൻ ഇടുന്ന വീഡിയോ 2-3 ദിവസത്തിന് മുമ്പിട്ട് എടുത്ത വീഡിയോ. ഇവിടെ നല്ല മഴയൊക്കെ ഉള്ളത്. ഇന്ന് പക്ഷേ മഴയില്ലായിരുന്നു, എന്നാലും ചാറുന്നുണ്ടായിരുന്നു ഇടയ്ക്കൊക്കെ, എന്നാലും കുഴപ്പമില്ല. മറ്റേതെന്ന് പറയുന്നത് നല്ല മഴയായിരുന്നു ആ സമയത്തുള്ള ഒരു വീഡിയോയാണ്. കാരണം ഇപ്പോഴത്തെ വീഡിയോയുടെ ഇടയ്ക്കും മറിച്ചുമൊക്കെ ഇടേണ്ടി വന്ന്. പിന്നീട് എന്തുവാ ഞാൻ ചിന്തിക്കുക, ദൈവമേ ഈ സാധനങ്ങൾ ഞാൻ പറയാം, നമുക്കെല്ലാവർക്കും കൂടെ അങ്ങോട്ട്, എൻ്റെ എല്ലാ സബ്സ്ക്രൈബർ എല്ലാവർക്കും കൂടെ ഈ ഒരു നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഇതായിരിക്കണം. നമ്മൾ എന്നിട്ട് പ്രാർത്ഥിക്കണം. ഓരോരുത്തർ അവരവരുടേതായ രീതിയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ ഈ സാധനങ്ങളുടെ വിലയൊന്ന് കുറയ്ക്കണേ, ഗവൺമെൻറ്റിന് ഒരു നല്ല മനസ്സ് കൊടുക്കണേ. കാരണം നിസ്സാരക്കാർ എന്തോ വിലയാണ് എൻ്റെ പൊന്നോ, എല്ലാത്തിനും എന്തോ വില. ഏതാണ്ട് 30 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്നേ, അല്ല 20 രൂപയ്ക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഇങ്ങനെയുള്ള തേങ്ങ ഇന്നലെ ചോദിച്ചോണ്ടേ അത് 32 രൂപ. എന്തോ ചെയ്യും, എങ്ങനെ ജീവിക്കും? എന്തോടെ പ്രൈസാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? എൻ്റെ പൊന്നോ, എങ്ങനെ ജീവിക്കൂടെ പ്രൈസാ? നിങ്ങൾക്ക് വല്ലതും അറിയണോ? പറയുന്നുണ്ടേ, മമ്മി അത് താ, മമ്മി ഇത് താ, ഇത് പൊട്ടിപ്പോയി, അത് പൊട്ടിപ്പോയി, ഉടനെ എടുത്ത് തരുന്നില്ലേ? വല്ലതും അറിയുന്നോ? എങ്ങനെ ജീവിക്കും മക്കളെ? അതുകൊണ്ട് മോനും പ്രാർത്ഥിക്കുക, ഈ സാധനങ്ങളുടെ വിലയൊന്ന് കുറയണേ, സാധനങ്ങളുടെ വില ഒന്ന് നിനക്കൊക്കെ വല്ലതും അറിയണോ? അതാ നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങ് പ്രാർത്ഥിക്കാം. കാരണം എല്ലാവരും കൂടെ കൈ ഓർത്തില്ല ഒരുമിച്ച്. അത് ഇങ്ങനെ ഈ ഏക മനസ്സോടുള്ള പ്രാർത്ഥന ഭയങ്കര എഫക്റ്റീവാണ് കേട്ടോ. കാരണം നമുക്കുടെ ഇതിപ്പം വില പ്രശ്നമില്ലാത്തവർക്ക് കുഴപ്പമില്ല. സാധാ മനുഷ്യർക്കാകുമ്പോൾ ഈ വിലയൊക്കെ പ്രശ്നമാണ്. കാരണം ഇപ്പം ഞാനൊരു ബിസിനസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും വില കൂടുന്നതനുസരിച്ച് നമുക്ക് എപ്പോഴും വില കൂട്ടാൻ പറ്റുമോ? എന്നിട്ട് കഴിഞ്ഞ ദിവസം ബെൻസി എന്നോട് പറഞ്ഞതാ, എടി കൊച്ചുമോളെ, നാട്ടിൽ ഒരു എല്ലാവരും ചിന്തിക്കും ഞാൻ കൊടുക്കുന്ന അച്ചാറിന് വില കൂടുതലാണ്. 1/2 കിലോ ബീഫ് അച്ചാർ 900, മീനച്ചാർ 900, ചമ്മന്തിപ്പൊടി 1/4 കിലോ 450-600 രൂപയെങ്ങാണ്ട്. അപ്പം ഞാൻ ചിന്തിച്ച, അത് വെച്ച് നോക്കുമ്പോൾ നാട്ടിൽ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്തോ വില എടുക്കുന്നടി. എന്നിട്ട് വേറൊരു കൊടുക്കുന്നത് നല്ലെണ്ണയ്ക്കകത്തുമല്ല 1200 രൂപ. അപ്പം ഞാനും അത്രയുമായിരുന്നു, 1250 രൂപയായിരുന്നു എടുക്കുന്നത്. നമ്മളിപ്പോൾ നല്ലെണ്ണയിലായിട്ട് ഇത്തിരി വില കൂട്ടിയത്. അതാ ഞാൻ പറയുന്നത്, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ സാധനങ്ങളുടെ വില കൂടിയാൽ നമുക്കും ഒരു ബുദ്ധിമുട്ടല്ലേ അത്. അല്ലാതെ സാധാരണ ജീവിക്കുന്ന മനുഷ്യർക്ക് അത്. അപ്പം ഞാൻ അന്ന് പറഞ്ഞില്ലായിരുന്നു നാട്ടിൽ സപ്ലൈകോയിന്നേലും കിട്ടും. അന്നേരം ഉഷാദേവ് വിജി സപ്ലൈകോയിലും ഇപ്പോൾ സാധനങ്ങളൊന്നും പണ്ടത്തെ കൂട്ടൊന്നുമില്ല, ഉള്ളതും വിലയൊക്കെയാണ്. എന്തോ ഈ മനുഷ്യരെന്തോ ചെയ്യും ഇങ്ങനെ. നമുക്കെല്ലാവർക്കും അതുകൊണ്ട് പ്രാർത്ഥിക്കാം. ഞാനെന്നും പ്രാർത്ഥിക്കുന്നത് എങ്ങനെ, ദൈവമേ സാധനങ്ങളുടെ വിലയൊന്നും കുറയടി. ഈ കൂടിയത് കുറയുന്നില്ല, ഈ വെളുത്തുള്ളിയുടെ കുറയുന്നില്ല. ഓരോ സാധനം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച തേങ്ങ വാങ്ങിച്ചോണ്ടേ, ആ പുള്ളിക്കാരൻ്റെ കടയിൽ 30 രൂപയ്ക്ക് ഇത്രയും വലിയ തേങ്ങ, ഞാൻ അത് സ്ഥിരം അതാ വാങ്ങിക്കുന്നത്. ബൈ ചാൻസ് കടയിൽ ഇല്ല എങ്കിൽ പുള്ളിക്കാരൻ എനിക്ക് 20ൻ്റെ തരും.
അപ്പോൾ ഇന്നലെ പിന്നെ അർജൻറ്റായിട്ട് എനിക്ക് തേങ്ങ തീർന്നുണ്ടേ റീച്ചാൻ പോകണ്ട ഞാൻ പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ട് വന്നു. അപ്പോൾ റീച്ച എൻ്റെ അടുത്ത് പറഞ്ഞു ബടാ വലിയ തേങ്ങ 45-42 എങ്ങാണ്ട്. ഞാൻ പറയാം അങ്ങാട് കടയിൽ ഏറ്റവും കൂടിയ വില കൂടുതൽ 30 ഞാൻ അതായിരുന്നല്ലോ വാങ്ങിച്ചു തന്നെ. ഞാൻ അന്നേരം അന്ന് കഴിഞ്ഞ ആഴ്ച മനസ്സിൽ ചിന്തിച്ചു തേങ്ങയ്ക്ക് മാത്രം വില കൂടുന്നില്ലല്ലോ എന്നൊന്ന് മനസ്സിൽ ചിന്തിച്ചു. ദൈവമേ, മനസ്സിൽ ചിന്തിച്ചപ്പോഴേ കാണാൻ 2 ദിവസം കഴിഞ്ഞുണ്ടേ അതിനും വില. ഈ റേച്ച 30 രൂപയ്ക്ക് ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്നത് കുഞ്ഞ് തേങ്ങ. അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ അകത്ത് എന്തോ പറയുന്നത്, കാതലില്ല അധികം. നമ്മൾ ഹിന്ദി പറയും മാൽ അധികം ഇല്ല, വെറും ഇത്തിരി. ചില തേങ്ങയിലൊക്കെ നല്ല കാതൽ കാണുമല്ലേ, തേങ്ങ നല്ല പീര കാണുമല്ലോ. ഇതിനങ്ങനെ പീരയില്ല. എന്തോ ചെയ്യാനാ, ഒരു അവിയൽ വെക്കണമെങ്കിൽ അതുപോലെ 2 തേങ്ങ പൊട്ടിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം വട്ടയപ്പം ഉണ്ടാക്കാൻ എടുത്തിട്ട്, കാരണം ഞങ്ങളുടെ ഒരു കസിൻ ഡാഡിയുടെ സിസ്റ്ററുടെ മോനൊക്കെ USA ഇങ്ങനെ ബോംബെ വന്നായിരുന്നു. ബോംബെ എന്തോ ആവശ്യത്തിന് വന്നിട്ട് ഇവിടെ വന്നത്. അപ്പോൾ അവർക്ക് വട്ടയപ്പം ഉണ്ടാക്കാൻ കൊടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ തേങ്ങ എടുത്ത്, ഈ കുഞ്ഞാണി തേങ്ങ കൊണ്ടുവന്നത് 2 എണ്ണം എടുക്കേണ്ടി വന്നു എനിക്ക്. 2 എണ്ണം ആന്നേലും എത്ര 30-60 രൂപയായി. നേരത്തെ ആ ഒരു തേങ്ങ മതി നമുക്ക്. എന്തോ ചെയ്യാനാ, ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ഇനി പല പല ഇതാ വരുന്ന, കാരണം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇനി മുന്നോട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇവിടെ കുറച്ച് രാവിലെ ഞാൻ എണീറ്റ് വന്നു. വെളിയിൽ നല്ല മഴ നടക്കുക. അപ്പം ഞാൻ ജനലൊന്ന് തുറന്നിട്ടതാണ്. എന്നും ഞാൻ ഇത്രയും രാവിലെ, ഇപ്പം കാരണം പിള്ളേർക്ക് രാവിലെ ഒന്നും പോകേണ്ട ആവശ്യമില്ലല്ലേ, അതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ എണീക്കത്തേ ഉള്ളൂ. ഇന്ന് പക്ഷേ 6 മണിക്ക് മുമ്പിട്ടൊക്കെ എണീറ്റു. കാരണം ഇടയ്ക്ക് ആ സമയമാണ് എണീറ്റുണ്ട് ഞാൻ ചിന്തിച്ചെന്നാൽ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് ഉണ്ടാക്കിയേക്കാമെന്ന്. അങ്ങനെ ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കാതിരിക്കുന്നത്. അപ്പം ഉപ്പൊക്കെ ചേർത്തൊന്ന് അതൊന്ന് കുഴച്ച് വെക്കുക. ഇഡലി ഇവിടെ ഉണ്ടാക്കിയാലും ഇവിടെ ഇപ്പം വലിയ നാടകം കളിയാണ്. ദോശ ഉണ്ടാക്കിയാലും നാടകം കളിയാണ്. അവർക്ക് ഈ ബ്രെഡിൻ്റെ അകത്തൊക്കെ വല്ലതും ഉണ്ടാക്കി കൊടുക്കാമോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡാഡി രാവിലെ ഒരു 4:30 ആകുമ്പോൾ എണീറ്റിട്ട് രാവിലത്തെ പ്രഭാതകൃത്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചൊക്കെ അവിടെ കുറച്ച് നേരം ഇരിക്കും. ചിലപ്പം കയറി കിടക്കും. അപ്പോൾ ഡാഡിക്ക് രാവിലെ 6 മണിക്കൊക്കെ കൊടുത്താലും ഡാഡി കഴിച്ചോളും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവർക്കൊക്കെ ലേറ്റായിട്ട് മതിയല്ലേ. അപ്പം ഞാൻ എന്നാൽ ഇഡലി ഉണ്ടാക്കിയിട്ട് ഇതിൻ്റെ കൂടെ ചമ്മന്തിയാണ് ഡാഡിക്ക് കൊടുക്കാമെന്ന് വെച്ച്. ഡാഡി കിടക്കുവാണെങ്കിൽ ഞാൻ വിളിക്കത്തില്ല. പിന്നെ 7:30 അങ്ങനെ ആകുമ്പോഴത്തേനങ്ങനെ എണ്ണിക്കുവാണെങ്കിൽ അപ്പം കൊടുക്കും. അപ്പോൾ ഇന്നിപ്പോൾ അവിടെ ഇരിക്കുമായതുകൊണ്ട് ഞാൻ കൊടുക്കാം. അപ്പോൾ എല്ലാവരും നല്ല ഉറക്കമാണ്. അപ്പം ഞാൻ ചായയും കൂടെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കട്ടെ. ഇപ്പോൾ 6 മണി ആയതേ ഉള്ളൂ. അത് കഴിഞ്ഞ് കുറച്ച് ഞാൻ കഞ്ഞിക്കൊക്കെ വെള്ളം വെച്ചിട്ട് ഞാനും പോയി കുറച്ച് നേരം അകത്തിരുന്നു. എന്നിട്ടൊരു 9 മണിയൊക്കെ കഴിഞ്ഞ് ഞാനും കഴിച്ചു. അപ്പം പ്രൈസിന് ഇഡലി കഴിക്കാനായിട്ട് ഞാൻ കൊടുത്തോണ്ടേ അവന് വേണ്ടാന്ന്. എന്നാൽ ഞാൻ പറഞ്ഞു എന്നാൽ ദോശ ഉണ്ടാക്കട്ടെ എന്ന്. അങ്ങനെ ദോശ ഉണ്ടാക്കി. അതും വേണ്ടാന്ന് പറഞ്ഞ് പിന്നെ നിർബന്ധിച്ച്, സ്കൂളിൽ പോകണ്ടേ, ഞാൻ നിർബന്ധിച്ച് കൊടുത്തതാണ്. എന്താണ് ഇഡലി തിന്നാ ഞാൻ അതിന് തന്നെ തിന്നും വേണ്ടി. ഇപ്പോൾ 10 മസാല ഇഡലിയാണ്. ഇങ്ങനെയുള്ള ചെറുതുണ്ടാക്കണം. അപ്പോൾ ഇത് 10 എണ്ണം ഉണ്ട്. ഇതിനേക്കാൾ ചെറുതാണെങ്കിൽ ചെറുതുണ്ടാക്കാം, അതനുസരിച്ച്. ഇപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇതിനൊരു 1.5 ടീസ്പൂൺ കടുക്. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, 1-2 തണ്ട് കറിവേപ്പില ഇടാം. ഇത് നന്നായി ഒന്ന് വിരിഞ്ഞ് വരട്ടെ.
എന്നിട്ട് തീ അങ്ങ് ഓഫാക്കുക. ഇപ്പം തീ ഓഫാക്കി ഒരു 30 സെക്കൻഡ് കഴിഞ്ഞ് അതിലേക്ക്, കാരണം ആ ഓയിലൊന്ന് ഇച്ചിരി ഒന്ന് പിന്നെ ചൂട് കുറയണം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോഴാണ് ഇതിൻ്റെ കളർ വരുന്നത്. ഞാൻ 1 ടീസ്പൂണും ഇത്രയും കൂടെ എടുത്തിട്ടുണ്ട്. ഒരു സ്വല്പം ഇഡലിക്കും ഉപ്പുണ്ടെങ്കിൽ ഒരു സ്വല്പം കൂടെ ഉപ്പ്. ഇനി തീ ഓണാക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഇഡലി ഇട്ട് കൊടുക്കുക. ആദ്യം ഇങ്ങനെ ഒന്ന് കുടഞ്ഞു കൊടുക്കാം. ഇത്രയും ഓയിലിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് എവിടെയെങ്കിലും ഒട്ടിപ്പിടിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ സ്പൂൺ കൊണ്ടാക്കിയാൽ മതി. മസാല ഇഡലിയുടെ സെപ്പറേറ്റ് ഷോർട്ട് വീഡിയോ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലും കാണിച്ച് ഞാൻ ഷോർട്ട് കൂടി ഇടാം. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ, ഇത്രയും 10 എണ്ണത്തിന് 1 ടേബിൾ സ്പൂൺ ഓയിൽ മതിയായിരുന്നു. അപ്പം എന്നാൽ നെയ്മീൻ്റെ മുള്ള് വെച്ച് കറി വെച്ചില്ലായിരുന്നു. അപ്പം പിള്ളേർക്കും അത് വേണ്ട, എനിക്കും അതിനോട് അത്ര താല്പര്യമില്ല. ഇവിടെ വേറെ ആർക്കും വേണ്ട. ഡാഡിക്കും അന്നത്തെ ദിവസം കൊടുത്തപ്പോഴേ ഡാഡി കഴിച്ചുള്ളൂ. അപ്പം ഞാനത് ഇന്നങ്ങ് എടുത്ത് കളയുക. ഇന്നിനി വേറെ ചൂര എടുക്കുന്നുണ്ട്. പാത്രങ്ങൾ കഴുകാനുണ്ട്. ഇനി ആ പാത്രങ്ങളൂടെ ഒന്ന് കഴുകിയെടുക്കട്ടെ. എന്നിട്ട് ഇവിടെ ഒന്ന് ഒതുങ്ങിയിട്ട് വേണം എനിക്ക് മീനെടുത്ത് വെട്ടാൻ. അപ്പോൾ ഇന്നാൾ ആ മീൻ ഞങ്ങൾ അച്ചാറിടാൻ മീൻ വാങ്ങിക്കാൻ പോകണേ. ഞാൻ പറഞ്ഞില്ലേ ഒരു ചൂര വാങ്ങിച്ചെന്ന്. അതിന്ന് വെട്ടി മൊത്തത്തിൽ അങ്ങ് വെട്ടിയിട്ട് ആവശ്യത്തിനുള്ള ഇന്നെടുത്തിട്ട് ബാക്കി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞില്ലേ അവിടെ കേരച്ചൂര ഇല്ല, ഇങ്ങനെയുള്ള ഈ സാദാ ചൂര ഇഷ്ടം പോലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലമില്ല, എന്നാലും ഇതിനെ കണ്ടുണ്ട് എനിക്കങ്ങ് കൊതി സഹിക്കാൻ വയ്യ. ഞാൻ എന്തും അതിൽ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ട് വന്നെയാണ്. ഇപ്പം ഞാൻ അതിൻ്റെ വെയിറ്റ് ഒന്ന് നോക്കാം, നല്ല ഐസായിട്ടിരിക്കും. ഐസ് അങ്ങോട്ട് പോയില്ല. മീനും നല്ല ഫ്രഷായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ ഈ ഐസോടുകൂടി നമ്മൾ തൊലി ഇരിക്കുന്നുണ്ടേ അത്ര പോകത്തില്ല, ഇളകിപ്പോകത്തില്ല അല്ലേ. അപ്പോൾ ഇപ്പം ഞാൻ വെയിറ്റ് ഒന്ന് നോക്കിയുണ്ട് 3 കിലോയോട് അടുപ്പിച്ച് 2,900 പുറത്തുണ്ട്. അപ്പോൾ 300 രൂപ, 300 350 ആയിരുന്നു. അതുകൊണ്ട് അങ്ങ് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ ഇത്ര സ്പീഡിൽ, നിങ്ങൾ സ്പീഡിൽ ഞാൻ ഇത്രയും സ്പീഡിലല്ല കണ്ടിക്കുന്നത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല. ഇത്തിരി മീനൊക്കെ വെട്ടാൻ വാക്കുണ്ട്. പക്ഷേ ഇത്രയും സ്പീഡിലൊന്നും ഞാൻ ചെയ്യത്തില്ല കേട്ടോ. ഇത്തിരി സ്പീഡിൽ ഇട്ടതാണ് ഞാൻ. അപ്പോൾ പിച്ചാത്തിക്ക് പാത്രമില്ല. അപ്പം ഞാൻ ആ പിച്ചാത്തി ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ വാക്കത്തി ഉണ്ടല്ലോ, വാക്കത്തി ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അത്രയ്ക്ക് ഐസായതുകൊണ്ട് ഇല്ല, വിറക് എൻ്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ അടിക്കുമ്പം താണു പോകത്തില്ലേ കൊടുവാൾ. അതുപോലെ ഞാനിങ്ങനെ വെച്ചിട്ട് പിച്ചാത്തി വെച്ചിട്ട് ആ കൊടുവാളും കൊണ്ട് വാക്കത്തിയും കൊണ്ട് ഇങ്ങനെ അടിച്ചടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം തലയൊക്കെ അങ്ങ് മുറിഞ്ഞു വരും. അപ്പോൾ പോള് വന്ന് കുറച്ച് നേരം ആ മീൻ ഔട്ടത്തിന് അതിനെ ഒന്ന് തൊടുകയൊക്കെ ചെയ്ത്. ഞാൻ പറയടാ നീ അതിൻ്റെ അടുത്തുനിന്ന് മാറ്, നിൻ്റെ ഡ്രസ്സൊക്കെ ഇതാവുമെന്ന്. ആ ദേഹത്ത് ഇങ്ങനെ വിരലിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ പറയൂ എന്ത് രസമുണ്ട്. പക്ഷേ ഇവിടെ കണ്ടുകൊണ്ടെങ്കിൽ നല്ല വെളുപ്പമായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ച് നല്ല വെള്ളച്ചൂരായിരുന്നു. പക്ഷേ അത്ര വെള്ളയല്ലായിരുന്നു കേട്ടോ. ഞാൻ അന്ന് 6 ചൂര വാങ്ങിച്ചത്, അതിൽ 5 എണ്ണവും വെള്ളയായിരുന്നു, ഒരെണ്ണം മാത്രമേ ഉള്ളായിരുന്നു ഇത്തിരി കറുപ്പ് പോലെ. ഇത് പക്ഷേ അത്രയും വെള്ളയല്ലായിരുന്നു, ഇത്തിരി കറുപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വെട്ടുന്ന കണ്ടോണ്ടെങ്കിൽ അവന് ഭയങ്കര കുറച്ച് നേരം ഇവിടെ നിന്ന് നോക്കിക്കൊണ്ട് നിന്ന് അത് കഴിഞ്ഞ് അങ്ങ് പോയി. അപ്പം ഞാൻ പിന്നെ തൊലി ഇരിക്കാൻ നേരം വിളിച്ച് കാണിച്ച്, എടാ വാ കാണണമെങ്കിൽ വാന്നു. പണ്ട് ഞങ്ങളുടെ കുഞ്ഞിലെ അമ്മ മീൻ വെട്ടുമ്പം ഞങ്ങളിങ്ങനെ വട്ടം കൂടിയിരിക്കും കാണാനായിട്ട്. അതാ എനിക്ക് ഇവൻ ഇങ്ങനെ വന്ന് നിന്നുകൊണ്ട് ഓർമ്മ വന്നത്. അപ്പോൾ താഴെ പിള്ളേർ ചിലയ്ക്കുന്ന സൗണ്ട് ഇവിടെ കേൾക്കുന്നു. ഇതെല്ലാം വീഡിയോയിൽ കേൾക്കാം. നിനക്ക് കാണണോ? ഇങ്ങോട്ട് വാ. നിനക്ക് കാണണോ ഞാൻ എങ്ങനെ അതങ്ങ് ഇവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഇവിടെ കുറച്ച് ഈ ഭാഗം ഇങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ അതങ്ങ് ഞാൻ കട്ട് ചെയ്തു. എന്നിട്ട് ഇവിടവും കട്ട് ചെയ്തു. എന്നിട്ട് കൈ തെന്നുവാണെങ്കിൽ ഇങ്ങനെ വെള്ളത്തിൽ ഒന്ന് കുടിച്ചിട്ട്
ഇന്ന് മീൻ്റെ അകത്ത് മരപ്പണിയാണ്. നിങ്ങൾ എന്തൊക്കെയോ ഈ തള്ള എന്തൊക്കെയായി കാണിക്കുന്നത്? ആരേലും ചെയ്യുന്ന പരിപാടിയാണോ ഇതേ? അത്രയ്ക്ക് ഐസാണ്, അതുകൊണ്ട് എത്ര ഇട്ട് കൊട്ടിയാലും അത് പൊടിയത്തില്ല. കാരണം പിച്ചാത്തി അങ്ങോട്ട് കയറണ്ടേ, ഇങ്ങനെയൊക്കെ ചെയ്താലേ പിച്ചാത്തി താപ്പോട്ട് പോകൂ. ഞാനിത് മൊത്തം വെട്ടിയിട്ട് തലയും ഒരു ചെറിയ പീസ് കൂടി ഇന്ന് കറിക്കെടുത്തു. അപ്പം ഞാൻ മത്തങ്ങയും പയറൂടെ ഒന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. മീനെല്ലാം വെട്ടി ഇന്നത്തേക്കിനുള്ളതെടുത്ത് ഇവിടെ വെച്ചിട്ട് ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. അപ്പം മത്തങ്ങയൊക്കെ വെന്ത് വന്ന് അതിലേക്ക് അരപ്പൂടെ ചേർത്തിട്ടുണ്ട്. ഇനി മീൻകറിയും കൂടെ വെച്ചാൽ മതി. മീൻകറിയും ഈ കോമ്പിനേഷനും ഇവിടെ ഇഷ്ടമാണ് പിള്ളേർക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത്തിരി പേസ്റ്റ് ഉണ്ടായിരുന്നു, അതാ ഇട്ടതേ. അപ്പം മീൻകറിയും കൂടെ ഞാനൊന്ന് വെക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നേ. നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.